ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 2024 ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉദ്യോഗാർത്ഥികൾ ഒത്തിരി പേര് ചോദിച്ചതാണ്, സാറേ നിലവിൽ എത്ര ജില്ലകൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എവിടം വരെയായി ഓരോ ജില്ലകളുടെയും എന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ജില്ലകൾക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് അല്ലെങ്കിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ ജില്ല തിരുവനന്തപുരം, അതേപോലെ തന്നെ പത്തനംതിട്ട, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം. ഈ 6 ജില്ലകളിലാണ് നിലവിൽ എന്ത് വന്നിരിക്കുന്നത്, പ്രൊഫൈൽ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഓരോ ജില്ലകളിലെയും കട്ട് ഓഫ് എത്രയാണെന്നുള്ളത്. തിരുവനന്തപുരം ഏകദേശം 68 മുതൽ 70 അങ്ങനെയുള്ള റേഞ്ചിലാണ്. അവിടെ ഒത്തിരി പേർക്ക് എന്ത് വന്നിട്ടുണ്ട്, പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. പത്തനംതിട്ടയാണെങ്കിൽ 58 to 60 ആണ്. തൃശ്ശൂരും ഈ പറയുന്ന 58, 60, അതേപോലെ തന്നെ 62 അങ്ങനെയാണ് നിലവിൽ പോകുന്നത്. അതേപോലെ കണ്ണൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ണൂർ 60, 61, 62, 65 അങ്ങനെയാണ് അവിടെ പോകുന്നത്. കാസർഗോഡ് ആണെങ്കിൽ 58, 60 അങ്ങനെയാണ്. കൊല്ലത്താണെങ്കിൽ 60, 65 അങ്ങനെ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്തേക്കുന്നത്. ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ പ്രൊഫൈൽ മെസ്സേജ് പോയിട്ടുണ്ട്. അവരൊക്കെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, അവർ പറയുന്ന ആ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് പ്രൊഫൈൽ മെസ്സേജ് നമ്മളത് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറാനായിട്ട് പറ്റാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലിങ്ക് ഞാൻ അയച്ചിരുന്നു. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കേരള PSC തുളസിയിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസും അതേപോലെ തന്നെ എന്താ അപ്ലൈ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ക്ലർക്ക് സാധ്യതാ പട്ടിക ജനുവരി ഫെബ്രുവരിയിൽ ഉറപ്പായിട്ടും വരും. നിലവിൽ വിവിധ വകുപ്പുകളിൽ ക്ലാർക്ക് നിയമനത്തിനുള്ള പുതിയ സാധ്യതാ പട്ടിക തയ്യാറാക്കുന്ന നടപടി PSC ഊർജിതമാക്കി. അതേപോലെ തന്നെ എന്താണ്, ഏകദേശം എല്ലാ ജില്ലകളിലെയും ഏകദേശം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2025 ജൂലൈ 31 വരെയാണ് കാലാവധി. കഴിഞ്ഞ ലിസ്റ്റിന്റെ അതിക്കുള്ളിൽ എന്ത് ചെയ്യും, നിലവിൽ ഈ പറയുന്ന പുതിയൊരു സംഭവം, അതായത് റാങ്ക് ലിസ്റ്റ് ഉറപ്പായിട്ടും എന്ത് ചെയ്യാണ്, PSC പ്രസിദ്ധീകരിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിലവിൽ എന്ത് ചെയ്യുക, പ്രൊഫൈലിൽ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ വീണ്ടും ചെയ്യേണ്ടതില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിശ്ചിത തീയതിക്ക് തന്നെ എന്ത് ചെയ്യുക, രേഖകൾ അപ്ലോഡ് ചെയ്യുകയും അതേപോലെ തന്നെ വേണം. അല്ലാത്ത പക്ഷം പിന്നീട് പ്രൊഫൈലിൽ അതിനുള്ള അവസരം കിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രൊഫൈലിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മിക്കപ്പോഴും എന്ത് ചെയ്യുക, രാവിലത്തെ സമയങ്ങൾ, ഏർലി മോർണിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടാണെങ്കിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ പ്രൊഫൈലിൽ നമുക്ക് കയറാൻ നെറ്റ്വർക്ക് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ന്യൂസ് പുതിയതായിട്ട് വന്നതെന്ന് പറയുന്നത് PSC പട്ടികകൾ ചെറുതാകും എന്നുള്ളതാണ്. ഒഴിവിൻ്റെ 10% ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും അധികം ഇനി വരത്തുള്ളൂ. അതായത് ഒരു UPSC ലെവലിലേക്കൊക്കെ എന്ത് ചെയ്യാണ്, PSC മാറുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ UPSC ലെവലിൽ വന്നാണ് പ്രിലിംസ്, മെയിൻസ്, അതേപോലെ തന്നെ ഇന്റർവ്യൂ അങ്ങനെയുള്ള ലെവലിലേക്കൊക്കെ പോയത്. വീണ്ടും എന്താണ്, അതൊരു തുഗ്ലക് പരിഷ്കാരമായിട്ട് തന്നെ PSCക്ക് തോന്നുകയും പ്രിലിംസ് എടുത്ത് മാറ്റി ഒറ്റ എക്സാമോട് കൂടി തന്നെ കംപ്ലീറ്റ് ആകുന്ന ലെവലിലേക്ക് വന്നു. ഇനി പുതിയൊരു പരിഷ്കാരമാണ്. റാങ്ക് പട്ടികയുടെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷം. അതും നല്ലൊരു തീരുമാനം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തീരുമാനമാണ്. പക്ഷേ മറ്റൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷകൾ ഉദ്യോഗാർത്ഥികൾക്ക് എന്നേക്കുമായിട്ട് അസ്തമിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥി ഒരു റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരാതെ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു ഡെസ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ പഠിക്കുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഈ 2 വർഷം ചുരുങ്ങിയ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നും കൂടത്തില്ല എന്നുള്ള ലെവലിലേക്കൊക്കെ ചില ഉദ്യോഗാർത്ഥികൾ പോകും. അങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായവും പല ഓഫ്ലൈനും ഓൺലൈൻ സെൻറ്ററിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അവിടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യം തന്നെ ഇടം പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് കൂടിയ കട്ട് ഓഫിലേക്ക് പോവുകയാണെങ്കിൽ തികച്ചും ഈ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അതൊന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു സമയത്ത് ഒരു പരീക്ഷ എഴുതി, 2 പരീക്ഷ എഴുതി, 3 പരീക്ഷ എഴുതി, 4 പരീക്ഷ എഴുതി ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒന്നും ഇടം പിടിച്ചിനി എന്നേക്കുമായിട്ട് ഈ ഒരു ഫീൽഡ് പോകുന്ന ഒരു പ്രവണതയും കാണാനായിട്ട് ഇനി നമുക്ക് ചാൻസ് ഉണ്ട്. എന്തായാലും വഴിയെ നമുക്കറിയാം PSCയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ഇന്നത്തെ PSCയുടെ LDCയുടെയും അതേപോലെ തന്നെ എന്താണ് PSCയുടെ പുതിയ അപ്ഡേഷനുമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും ചെറിയ ഒരു
വേർഡ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ വലിച്ചു നീട്ടുന്നൊന്നുമില്ല, എന്താണ് പ്രധാന കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കുക, അത്രയാണ് നമ്മുടെ ഈ ഒരു ന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാ ആഴ്ചയും ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അറിയാതെ ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു PSC അപ്ഡേഷനോ പോകത്തില്ല എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ ബാച്ച് തുടങ്ങി 27 ദിവസമായതുകൊണ്ട് ഫ്രീ ക്ലാസ്, ഫ്രീ PDF എല്ലാം സെറ്റാണ്, ക്വസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ. അപ്പോൾ അത് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ചാനൽ സബ് ചെയ്തോ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.